നമസ്കാരം. ഒരു പെൺകുട്ടി യാദൃച്ഛികമായി വിളിക്കുന്നു. എറണാകുളത്ത് നിന്നാണ്. തുടങ്ങുമ്പോഴേ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു കാര്യം പറയാൻ. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും മനുഷ്യരാണല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ എഴുതിയിട്ടുണ്ട്. ഏത് ജാതിയിൽ മതത്തിൽപ്പെട്ടതായാണെങ്കിലും മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും വരും. അങ്ങനെയാണല്ലോ. അപ്പോൾ എന്താണ് വിഷയം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സംഭവം, ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. അവർ 5 കുട്ടികൾ, 5 പെൺകുട്ടികൾ ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ജോലിയുണ്ട്, പഠിക്കാനല്ല, ജോലിയുണ്ട്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലാണ്. പലപ്പോഴും പല സമയങ്ങളിലാണ് ജോലി. അപ്പോൾ വീട്ടുടമസ്ഥൻ സ്ഥലത്തില്ല, വിദേശത്താണ്. കുറേ കാലമായിട്ട് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഇവർ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, ഇത് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പിന്നെ പരസ്യം കൊടുത്തപ്പോൾ ഈ കുട്ടികൾ ബന്ധപ്പെടുകയും ആ വീട് അവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. വീട് കുറേ കാലം അടച്ചിട്ടിരുന്നത് കൊണ്ട് വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തത്. കട്ടിലും കിടക്കുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉടമസ്ഥൻ പറഞ്ഞു, ഈ കുട്ടികളുടെ ഒരു പരാധീനത ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഫർണിച്ചർ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണം, കിടക്കാൻ ഇപ്പോൾ കട്ടിലും ഒന്നും വാങ്ങിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞു. അയാളത് മേടിച്ചു കൊടുത്തു. നല്ല മനുഷ്യനാണ് ഇദ്ദേഹം. ഈ വസ്തു മേടിച്ചിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. വാടകയ്ക്കെടുത്തു, താമസിച്ചു. തൊട്ടപ്പുറത്തുള്ള ഒരു ഇദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതിൻ്റെ പുറകുവശത്തേക്ക് കുറച്ച് സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇത് എന്നെ വിളിച്ച കുട്ടി പറഞ്ഞത്, സ്വാമി ഞങ്ങളിങ്ങനെയാണ്, മാറിയാണ് പിന്നെ നമുക്ക് ഈ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ചോദിച്ചു, അവിടെ രാത്രിയാകുമ്പോൾ ചില വിഷയങ്ങളുണ്ട്. പുറകിലത്തെ വാതിലിൽ ആരോ വന്നിങ്ങനെ തട്ടുന്നതായി കേൾക്കാം. നമ്മൾ ആദ്യമൊക്കെ അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ 2 പേരൊക്കെ ഒരുമിച്ച് കാണുള്ളൂ. മറ്റേ 3 പേർക്ക് ഡ്യൂട്ടി ആയിരിക്കും. ഇല്ലെങ്കിൽ 3 പേർക്ക് ഡ്യൂട്ടി ആയിരിക്കും. പിന്നെ ഇവിടെ വീട്ടിലുണ്ടാവും, 2 പേര് പുറത്തായിരിക്കും. ചിലരങ്ങനെ വീട്ടിൽ പോകാനും, അപ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാകാൻ വീട്ടിൽ പോകായാലും 1-2 പേര് അവിടെ അങ്ങനെ കാണും. അവരങ്ങനെ ഒരു എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിയുന്നത് ഒരു പുറത്തുനിന്നൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ പുറത്ത് വരുമാനം ചിലവ് കൂടുതലായതുകൊണ്ട് അവർ വീട്ടിനുള്ളിൽ തന്നെ ഒരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ഈ മറ്റേ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഒരു ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടക്കുമ്പോൾ രാത്രിയാകുമ്പോഴാണ് ഇതിനകത്തൊരു സംഭവം. ആ അടുക്കളയിൽ ഈ ഗ്യാസ് തന്നെത്താൻ കത്തും. അവരെത്ര അടച്ചു വെച്ചിട്ട് പോയി കിടന്നാലും ഗ്യാസിൻ്റെ മണം വരും. നോക്കുമ്പോൾ ഗ്യാസ് കത്തിയിരിക്കും. ഇത് മറ്റാരെങ്കിലും പോയി യാന്ത്രികമായി ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇവർ പരസ്പരം ആലോചിച്ചു, പരസ്പരം ഇത് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷേ ഗ്യാസ് കത്തും. എനിക്കത് കേട്ടപ്പോൾ ഒരത്ഭുതം തോന്നി. അതെങ്ങനെയാണ്? ഇതെന്ത് വിചിത്രമായ സംഭവമാണ്. ഇപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങളിലുള്ള ആർക്കെങ്കിലും മാനസികമായ തകരാറ് വല്ലതും ഉണ്ടോ? ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം വല്ലതും ഉണ്ടോ? ഓർമ്മക്കുറവ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സ്വാമി, ഇങ്ങനെയാണ്, ഈ ഗ്യാസ് കത്തും. എപ്പോഴാണ്? ഞങ്ങൾ പോയി നോക്കുമ്പോഴൊന്നുമില്ല. ഗ്യാസ് അടച്ചിട്ട് വന്ന് കിടന്നാലും. ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് കാര്യം ചെയ്യൂ, ഇതിൻ്റെ ഇത് കത്തുന്ന ഒരു സമയം, ഒരു ഉദ്ദേശം ഒന്ന് നോക്കാൻ പറയൂ. 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞതായിട്ട് വെക്കരുത്. ഞാൻ പറഞ്ഞു, അവിടെ പ്രേതബാധ ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ ഗ്യാസുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട അഗ്നി കത്തുന്ന എന്തോ അവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇവർക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് വരൂ, ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഈ ഒരു പെൺകുട്ടി മാത്രം, ഈ പെൺകുട്ടി വരുമ്പോൾ ഒരിക്കലും എന്നോട് ഈ സംഭവം പറഞ്ഞിട്ടില്ല. ഈ എന്നെ വിളിച്ച പെൺകുട്ടിയാണെന്ന് എന്നോട് പറയുന്നില്ല. ഈ ഗ്യാസ് കത്തുന്ന വീട്ടിലെ കുട്ടിയാണെന്നും എന്നോട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് വന്നത്? അതായത് സ്വാമിയെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ മുറിപ്പാലപ്പള്ളി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ. ഞാൻ ചോദിച്ചു, ഗ്യാസ് നിങ്ങൾക്ക് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട വല്ല വിഷയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. സ്വാമി, അത് ഞങ്ങൾ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു ഗ്യാസ് രാത്രി. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് ചോദിച്ചു, ഈ വീടിൻ്റെ പുറകിലുള്ള ഒരു ഭാഗത്ത് അവിടെ എന്തായിരുന്നു? അത് പണ്ടൊരു സർപ്പക്കാവായിരുന്നു. 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അത് ഇങ്ങനെ ആർക്കും അവകാശങ്ങളില്ലാതെ അതിങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ദൈവവിശ്വാസമില്ല. ദൈവവിശ്വാസമില്ലാത്തതിൽ ഒരാളാണ് ഈ സ്ഥലം വിറ്റ് ഇദ്ദേഹം ഇത് മേടിച്ചിവിടെ വെച്ചത്.
അപ്പോൾ എനിക്കിതിൻ്റെ ഒരു കാരണം ഈ പറയുന്നതിനകത്ത് എവിടെ ഒരു ദുരൂഹതയുണ്ട്. ഈ പെൺകുട്ടിക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് വിശ്വാസമില്ല, പക്ഷെ പറയുമ്പോൾ അത് പ്രശ്നം വല്ലതും ഉണ്ടോ സ്വാമി അവിടെ താമസിക്കാൻ, വാടക വളരെ കുറവാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഗ്യാസ് കത്തും. അപ്പോൾ ചോദിച്ചു നിങ്ങൾ ആ വീടിൻ്റെ ആ ഭാഗത്ത്, ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ആ അടുക്കള ഭാഗത്തൂടെ ചേര വല്ലതും പോകുന്നതായിട്ട് അറിയാമോ? ഇല്ല. 2-3 സംശയങ്ങൾ ഞാൻ ചോദിച്ചു. അതിനൊന്നും സംശയത്തിനൊന്നും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഈ വീടിൻ്റെ കാവൽക്കാരനായ ഒരാളല്ലോ, അദ്ദേഹത്തിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഇന്നലെ ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് മറ്റേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ വിദേശത്തുള്ള ദുബായ്ക്കാരൻ്റെ കാര്യമൊക്കെ നോക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്തോ ഒരു ചെറിയ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു വിഷയമുണ്ട്, അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ രാത്രികളിൽ ഇവരെ കുറേ കാലം ആരും താമസിച്ച വീടല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ, അവിടെ ഗ്യാസ് തന്നെത്താൻ കത്തണമെങ്കിൽ അവിടെ ഒരു പ്രേതാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി കുറച്ച് നേരം സൈലൻ്റായി. ഈ കുട്ടിയല്ല, ഈ മറ്റേ ആൾ സൈലൻ്റായിട്ട് പറഞ്ഞു, ഞാൻ സ്വാമിയെ വിളിക്കാം. ഞാൻ പറഞ്ഞു ശരിയെന്ന്. അദ്ദേഹം എന്നെ വിളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സംഭവം. ഈ വീടും ഈ ഗ്യാസ് കത്തുന്നതും ആയിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ നമ്മളെ ഉടമസ്ഥൻ, ഈ നല്ലവനായി എന്ന് പറയുന്ന ഉടമസ്ഥൻ, അദ്ദേഹമാണ് ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തത്. ആ ഉടമസ്ഥൻ്റെ ഞാൻ ചോദിച്ചു, ഉടമസ്ഥനെ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളിയെ ഞാൻ അപ്പോൾ പറഞ്ഞു, സ്വാമി നമ്പർ വിളിക്കാം. അപ്പോൾ നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒരു മാസം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വാടക ലേറ്റായാലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ആൾ താമസിക്കണമെന്നുള്ളതുകൊണ്ട് ഇവിടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരിപ്പോൾ പറയുന്നു രാത്രിയാകുമ്പോൾ ഇവിടെ ഈ ഗ്യാസ് കത്തുന്ന ഒരു സംഭവം, ഗ്യാസ് കത്തും. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഞാൻ ചോദിച്ചു അങ്ങനെയല്ല, അവിടെ ഒരു കിണർ വല്ലതും ഉണ്ടായിരുന്നു? അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനില്ല, പക്ഷേ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ പുറയിൽ സർപ്പക്കാവായിരുന്നു. ഇത് കംപ്ലീറ്റ് ഒരു വലിയ ഒരു നായർമാരുടെ തറവാടിൻ്റെ ഭാഗമായിരുന്നു. ഇതിൻ്റെ തെക്ക് ഭാഗത്താണ് ഈ കാവ് ഇങ്ങനെ വന്നത്. ഇതൊക്കെ തന്നെ ഓരോരുത്തരും മേടിച്ച് ഓരോരുത്തരുടെ കയ്യിലായി. ഇത് മാത്രം ആർക്കും ഇല്ലാതെ, ഇത് വിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇത്രയും പോർഷൻ മാത്രം വന്നു. എന്നാലും ഇത്തരത്തിലൊരു കഥ, ഈ ഗ്യാസ് കത്തുകയും കാവ് നശിച്ചു കിടക്കുകയും ചെയ്യുന്നതിനകത്ത് വേറെ വാതിൽ തട്ടുന്നത് ആര് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വല്ലതും പേടിപ്പിക്കാൻ രാത്രി കുട്ടികളുമായിട്ട് കിടക്കുമ്പോൾ തട്ടും? സ്വാമി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്കതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു എന്നാൽ ഈ ഇദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാനുള്ള ഒന്ന് ഏർപ്പാട് ചെയ്യൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. വിളിക്കുമോയെന്നറിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനൊന്ന് വിളിക്കാം. ഈ കുട്ടികൾ എന്തായാലും അവർക്ക് വലിയ വീടിനെക്കുറിച്ച് വേറെ ദോഷങ്ങളൊന്നും അവർ പറയുന്നില്ല, ഇത് മാത്രമാണ് അവർക്ക് ഉള്ള വിഷയം. അതുകൊണ്ട് അവരിപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ നല്ലൊരു മനുഷ്യൻ, സ്വാമി ഞാൻ DNA ഒക്കെ കാണാറുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ വിശ്വാസമുണ്ടോ? ആദ്യം നമ്മളിത് അറിയണമല്ലോ ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്. വിശ്വാസമൊക്കെ ഉണ്ട്, അങ്ങനെ ക്ഷേത്രങ്ങളൊന്നും പോകാറില്ലെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു താങ്കൾ വിവാഹം കഴിച്ചതാണോ? വിവാഹം കഴിച്ചതാണ്. ഞാൻ പറഞ്ഞു എത്ര വിവാഹം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ 2 മിനിറ്റ് നിശബ്ദനായി. ഞാൻ ഇപ്പോഴുള്ള ഭാര്യ രണ്ടാമത്തെ ഭാര്യയാണോ? അതെ. ഞാൻ പറഞ്ഞു താങ്കൾക്ക് അതിൽ കുട്ടികളുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ആ സ്ത്രീയിൽ ഏതോ ഒരു കുട്ടിയുണ്ടല്ലോ? അതുണ്ട്. അവൾ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. അവരുടെ ഭർത്താവിന് എന്ത് പറ്റി? ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഞാൻ പറഞ്ഞു മരിച്ച ആളിനെ താങ്കൾക്കറിയാമോ? അപ്പോൾ അയാൾ നിശബ്ദനായി. നിങ്ങളുടെ സുഹൃത്തായിരുന്നോ? അതെ. എങ്ങനെ മരിച്ചു? അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഭാര്യയുടെ ഒരു ആൺകുട്ടിയുള്ള ഈ ഭാര്യയുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ നിലവിൽ താങ്കളുടെ ഭാര്യയാണ്, അദ്ദേഹം മരിച്ചു എന്നുള്ളത് അറിയാവൂ? ഞാൻ പറഞ്ഞു അങ്ങനല്ലല്ലോ, അഗ്നിബാധ ഏറ്റു മരിച്ച് ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? അപ്പോൾ പുള്ളി ഞാൻ സ്വാമി അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ദുരൂഹത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചില ആൾക്കാർ നമ്മൾ ചോദിച്ചാൽ ദൈവവിശ്വാസമില്ലാത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങൾക്കകത്ത് പെട്ടുപോയിട്ട് അതിനകത്ത് അതിഭീകരമായ ദൈവവിശ്വാസമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു അബദ്ധങ്ങളിൽ പോയിപ്പെട്ട് ആപത്തിൽപ്പെട്ടതിന് ശേഷം ആ ഭയം കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ രണ്ടാമത്തെ ഭാര്യ, ഇദ്ദേഹം ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഭാര്യയുടെ ഭർത്താവെന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരിക്കാം. അദ്ദേഹം അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മൃത്യു സംഭവിച്ചിരിക്കാം.
രാജു അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടലാണ്. അപ്പോൾ ഈ ഒരാൾ വന്നാൽ മാത്രമേ, ₹1 നാണയം വെച്ചാൽ മാത്രമേ എനിക്ക് അയാളുടെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒന്നും ശരിയാവണമെന്നൊന്നുമില്ല, ചിലതൊക്കെ തെറ്റിപ്പോവും. എന്നാലും ഞാൻ ഒരു ശ്രമം നടത്തും കണ്ടുപിടിക്കാനായിട്ട്. കണ്ടുപിടിക്കണമല്ലോ. ഇത് ഒരു വളരെ വിചിത്രമായ കഥയാണ്. ഒരാൾ വീടെടുക്കുന്നു, വീട്ടിൽ പെൺകുട്ടികൾക്ക് താമസിക്കാൻ കൊടുക്കുന്നു, ഭക്ഷണത്തിന് വിലയായതുകൊണ്ട് അവരൊരു ഗ്യാസും സാധനങ്ങളും എല്ലാം കൂടെ മേടിച്ച് വയ്ക്കുന്നു. രാത്രിയാകുമ്പോൾ ഗ്യാസ് കത്തുന്നു, പുറകിലൊരു സർപ്പക്കാവുണ്ട്. അത് കുടുംബക്കാരൊക്കെ വിറ്റ് തുലച്ച് കളഞ്ഞതാണ്. നമ്മൾ അദ്ദേഹത്തിന് നേരിട്ട് ബന്ധപ്പെടുന്നു. ഈ ശബ്ദം കേൾക്കും ചില ദിവസങ്ങളിൽ. ഞാൻ ചോദിച്ചു, ഇനി ആ ശബ്ദം കേൾക്കുന്ന ദിവസം ഏത് ദിവസമാണെന്ന് എന്നോടൊന്ന് പറയണം. ഇതിനകത്തൊരു ദുരൂഹതയുണ്ട്. വിദേശത്താണ് ജോലി. പ്രേതബാധയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഉത്തരവില്ല. ദൈവവിശ്വാസമില്ല എന്ന് പറയുന്നവർക്കായിരിക്കും 100% ഈശ്വര സാന്നിധ്യത്തിലൂടെ വിശ്വാസമുള്ളത്. അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവൻ്റെ മനസ്സ് മുഴുവൻ ദൈവികമായ അന്ധതയായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ നെറ്റിൽ എൻ്റെ ഫോട്ടോയാണ്, അത് കാണിക്കാൻ പറ്റില്ല. എൻ്റെ ഫോട്ടോ എൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്നൊരു പ്രകാശത്തെ ഇങ്ങനെ ആവാഹിച്ച് ഒരു AI-യിലൊരെണ്ണം ചെയ്ത് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അത്ഭുതകരമായ ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്ന അങ്ങനെ സിദ്ധികളൊന്നും എനിക്കുള്ളതായിട്ട് എനിക്കറിയാൻ വയ്യ. പക്ഷേ ചില കാര്യങ്ങളുള്ളത് ഞാൻ പറയും എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സുഹൃത്ത് ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം എടുത്തു ഒക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ചില യക്ഷികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ്, ഡോക്ടറാണ്. ഇന്ന് എനിക്കൊരു വീഡിയോ ഇത് AI-യിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അതിനകത്ത് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഒരാൾ. ഒരു പ്രകാശമൊക്കെ വെച്ചിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇൻഡ്യൂഷൻ്റെ പവർ വെച്ച് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞാൻ പറയാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി വിളിക്കുന്നു. ആ പെൺകുട്ടി വിളിക്കുമ്പോൾ അത് ഒരു ലെയറിലൂടെ സഞ്ചരിക്കുന്നൊരു യക്ഷിയാണത്. യക്ഷി എന്ന് പറയുന്നത് നമ്മളിത് വിശ്വസിക്കില്ല. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് യുഗത്തിൽ ഒരു പ്രതലം ചെന്ന് ഒരു കണ്ണാടിയിൽ രാത്രിയാകുമ്പോൾ ഒരു പ്രകാശം വന്ന് പതിക്കും. ആ പ്രകാശത്തിൽ ഒരു പെണ്ണിൻ്റെ മുഖം കാണും. ഇയാൾ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അത് കാണൂല. ഈ ഡോക്ടറുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ നല്ല മിടുക്കനായ ഡോക്ടറാണ്. ചിലരുടെ മൈൻഡ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു ലെയറിലൂടെ കടന്നു പോകും. അതങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, താങ്കൾ എനിക്കൊന്ന് കാണണം, എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് കാണണം. പിന്നെ രണ്ടാമത് അപ്പോൾ അവർ ചോദിച്ചു, ആ കുട്ടികൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ സ്വാമി? ഞാൻ പറഞ്ഞ്, ഒരു അപമൃത്യുണ്ട് ആ കെട്ടിടത്തുമായിട്ട്. ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപമൃത്യുണ്ട്. അത് തീ പിടിച്ചാണ് മരിച്ചത്. മരിച്ചയാൾ ഗ്യാസുമായിട്ട് തീ പിടിച്ച് പൊള്ളലേറ്റ് മരിച്ച ഒരാളാണ്. അങ്ങനെ പൊള്ളലേറ്റ് മരിച്ച ഒരാളുടെ പ്രേത സാന്നിധ്യം അവിടെ ഉണ്ട്. അത് സാന്നിധ്യം അറിയിക്കുന്നതാണ്, ഇവരെ പേടിപ്പിക്കുന്നതല്ല. പക്ഷേ താങ്കളൊന്ന് പേടിക്കുന്നത് നല്ലതാണ്. അപ്പം അഴിച്ചു, അതെന്താ സ്വാമി? എൻ്റെ അറിവിൽ, നിങ്ങളുടെ അറിവിലുണ്ടായേ പറ്റൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ ഇപ്പോഴുള്ള ഭാര്യയുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? അത് കാർ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. എങ്ങനെ കാർ ആക്സിഡൻ്റ് ഉണ്ടായി? കാറ് കത്തിയാണ് മരിച്ചത്. ആ കാറിൽ നിന്ന് കത്തുമ്പോൾ ഇവരുണ്ടായിരുന്നു അവിടെ? ഇവർ കാറിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രക്ഷപ്പെട്ടു, പൊള്ളലേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടു. അദ്ദേഹം എങ്ങനെ മരിച്ചു? അദ്ദേഹം കാറിനുള്ളിലിരുന്ന് മരിച്ചു. നമ്മൾ ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഒരു ക്രൈമാണ്. ഇത് പോലീസിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞതാണ്. നമ്മളിത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരും. പുള്ളി എന്തായാലും എന്നെ രാത്രി വിളിച്ചു, സ്വാമി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല, എന്നാലും താങ്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ നിലവിലുള്ള ഭാര്യയും ഭർത്താവും കൂടെ പോയപ്പോൾ കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹം കാറിൽ വെച്ച് അപകടപ്പെട്ട് മരിക്കുക. ഞാൻ ചോദിച്ചാൽ അവർ കാറിനകത്ത് വെച്ച് ഉണ്ടായി. താങ്കളും അവരോട്ട് ബന്ധം ഉണ്ടായിരുന്നോ? ആ ബന്ധം പറഞ്ഞാണോ വഴക്കിട്ടത്? അപ്പോൾ ഇവിടെ നിശബ്ദനായി. താങ്കളുടെ ഭാര്യ താങ്കളെ ഉപേക്ഷിച്ച് പോയി. നമ്മൾ മനസ്സിലായില്ലേ? ഇവിടെ ഒരു മനുഷ്യന് 2 അറ്റാച്ച്മെൻറ്റ്, 2 ഹൃദയബന്ധങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവും കുട്ടിയും ഉള്ളപ്പോൾ ഭർത്താവിൻ്റെ സുഹൃത്തുമായിട്ട് ഇഷ്ടം തോന്നുന്നു. അവർ കാറിൽ വെച്ച് വഴക്കിടുന്നു. ഇദ്ദേഹത്തിന് വേറെ ഭാര്യ ഉണ്ടാകണു. വഴക്കുണ്ടായിട്ട് ഇദ്ദേഹം കാറിൽ ഭാര്യയും കുട്ടിയെയും കൂടെ കൊല്ലാനായിട്ട് പെട്രോളും എല്ലാം സൂക്ഷിച്ചിട്ട് കാണും. പക്ഷേ ഇവർ രക്ഷപ്പെട്ടു, ഒരു പൊള്ളൽ ഇവർ ഏൽക്കാതെ. പക്ഷേ ആ പ്രേതാത്മാവുണ്ടല്ലോ, ഈ സുഹൃത്ത്. ഞാൻ പറഞ്ഞു, താങ്കൾ വളരെ സൂക്ഷിക്കണം. താങ്കൾ അയാളെ കൊല ചെയ്തിട്ടില്ല. പക്ഷേ താങ്കളുടെ താങ്കൾക്ക് ആ മൃത്യു, ഒരു മരണം താങ്കളെ പിന്തുടരുന്നുണ്ട്. ആ പ്രേതാത്മാവ് ശക്തനാണ്. താങ്കൾ ഈ കടൽ കടന്ന് ഇത് സംഭവിച്ച എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതോ സ്ഥലം പറയുന്നത് കേട്ടു. ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചത്? വിദേശത്ത് വെച്ചാണോ ഇവിടെ വെച്ചാണോ ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. താങ്കൾ മേടിച്ച ഈ വീട്ടിൽ. അപ്പോൾ ഞാൻ, ആരാണ് ഈ വീട് മേടിച്ചത്?
അപ്പോഴാണ് അയാളൊരു സത്യം പറയുന്നത്, ഈ വീട് അയാളുടെ പേരിലുള്ളതല്ല, ഈ ഭാര്യയുടെ പേരിലുള്ളതാണ്. ആരുടെ പണമാണ്? ആ മരണപ്പെട്ടു പോയ ആളുടെ പണമാണ്, തീ പിടിച്ച് മരിച്ച ആളുടെ പണമാണ്. അപ്പോൾ ആ പ്രേതബാധ അഗ്നിയിലൂടെ കാണിക്കുന്നത് നിൻ്റെ വീടാണ്. ഞാൻ നിങ്ങളിവിടെ താമസിച്ചാൽ അഗ്നിക്കിരയാകും, അപമൃത്യു സംഭവിക്കും. ഞാൻ പ്രേതാത്മാവ്, ഞാൻ ശക്തിയാണ്, എന്നെ വഞ്ചിച്ച ഭാര്യയാണ്, എൻ്റെ സുഹൃത്തുമായിട്ടുള്ള അവിഹിതമല്ലാത്ത ബന്ധം കൊണ്ട് എന്നെ വഞ്ചിച്ചു, ഞാൻ മരണപ്പെട്ടിട്ട് ഈ വീട്ടിൽ വാസമാണ്, ഞാൻ അഗ്നി കാണിക്കുന്നത് നിങ്ങളാരെയും കൊല്ലാനല്ല, പക്ഷേ ഞാൻ അഗ്നിയിൽപ്പെട്ട് മരിച്ചു പോയ ഒരാളാണ്. ഇയാൾ ഭയന്നു. അവന് ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റൂ? അല്ല, അവൾക്ക് പേടിയാണ് സ്വാമി. ഒരു പേടിയുടെ ആവശ്യമില്ല, എന്നെ വിളിക്കാൻ പറയൂ. വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല സ്വാമി. നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധമുണ്ട്? ഉണ്ട് സ്വാമി. നിങ്ങൾ ഈ വീട്ടിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല സ്വാമി, ഞാനത് അടച്ചിട്ടേക്കായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് വാങ്ങിച്ച വീടല്ലേ? ഭർത്താവിൻ്റെ പണം കൊണ്ട് മേടിച്ചതല്ലേ? അതെ. ഈ വീടിൻ്റെ പേരിൽ വല്ല വിഷയമുണ്ടായിരുന്നോ? അത് അദ്ദേഹമായിട്ട് അകലം ഉണ്ടായിരുന്ന ഏതൊരു കുടുംബക്കാരുടെയാണ്. സർപ്പക്കാവാക്കായിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിലവിലുള്ള ഇദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടായ ഒരു മരണമാണോ മറ്റേ അദ്ദേഹത്തിൻ്റെത്? അപ്പോൾ അവർ കരഞ്ഞതല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല. നോക്കണം, ഒരു മനുഷ്യൻ മൃദുല വികാരങ്ങൾക്കടിമയായി, ഭൗതിക ഭ്രമങ്ങൾക്കടിമയായി, ആ കുട്ടി വളരും മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചത് നിങ്ങൾക്ക് അമ്മയ്ക്ക് വേറൊരാളുമായിട്ടുള്ള ഹിതമല്ലാത്ത ബന്ധം കൊണ്ടുണ്ടായതുകൊണ്ട് നാളെ മുഖത്ത് നോക്കി ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ മരണകാരണം ഇതല്ലേ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ചോദിച്ചാൽ ഉത്തരമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഒരു അപകട മരണമുണ്ട്. അത് അഗ്നി കൊണ്ടുള്ള മരണം, കാറ് കൊണ്ടുള്ള, വാഹനം കൊണ്ടുള്ള മരണമായിരിക്കും. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അയാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താണ് ഈ ആദ്യത്തെ ഭർത്താവിൻ്റെ കുറ്റബോധം കൊണ്ട് ഈ ആദ്യത്തെ ഭർത്താവാണ് ഇവരുടെ മനസ്സ് മുഴുവൻ. നോക്കണം, ചില നിമിഷങ്ങളിൽ സംഭവിക്കുന്ന, ചില ദുർബലമായിട്ടുള്ള അവസ്ഥകളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ കൊണ്ടാണ് അവർക്ക് മറക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ ആളെ. അയാളെ സ്നേഹിച്ചിരുന്നിരിക്കും. തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ കാറിൽ മണ്ണെണ്ണയായിട്ട് പോയിട്ട് അവിടെയും കത്തിച്ച് ഞാൻ സ്വയം കത്തിക്കാനും തീരുമാനിച്ചു കാണും. പക്ഷേ അവരും കുട്ടിയും രക്ഷപ്പെട്ടു. അദ്ദേഹം കത്തിത്തീർന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം? സ്വാമി, എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പം പരിഹാരമില്ല സ്വാമി, എനിക്ക് മരിക്കാൻ തോന്നുവാണ്. ഞാൻ പറഞ്ഞു, 100% സംഭവിക്കും. കാരണം ഇവരെ മനസ്സിലേക്ക് അയാൾ അവരെ സ്നേഹിച്ചിരുന്നു. ഈ മരിച്ച ആൾ ഈ സ്ത്രീയെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എവിടെയോ ആ യഥാർത്ഥത്തിൽ ജീവിച്ച ഭർത്താവിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് അകന്നു. അത് മറ്റേ ആൾ ചൂഷണം ചെയ്തു. അയാൾ ആദ്യത്തെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ വീടിൻ്റെ, ഇയാൾക്ക് വീടുമായിട്ട് ഒരു അവകാശമില്ല. വീടിൻ്റെ അവകാശി വേറെയാണ്, ഈ ഭാര്യയാണ്. ഈ ഭാര്യയ്ക്ക് മറ്റേ മരിച്ചുപോയ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്താണ്, അയാളുടെ സ്വത്താണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് എന്ത് മറുപടിയാണ്, എന്ത് പരിഹാരമാണ്, എന്ത് ഉത്തരമാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ മനുഷ്യർ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. ചില ആ ഒരു സമയം നമുക്ക് അങ്ങ് അതിജീവിച്ച് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയെങ്കിൽ, ആ ഒരു നിമിഷം അയാളോട് തോന്നുന്ന ശാരീരികമായ, ഭ്രമാത്മകമായ ഒരു ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഭർത്താവുണ്ട് എന്ന് ഒരു നേരം ആ സ്ത്രീ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റില്ല. കണ്ണടച്ചാൽ വെന്തുരുകുന്ന മനുഷ്യൻ മുമ്പിൽ നിൽക്കുവാണ്. തൻ്റെ ഭർത്താവ്, സുന്ദരനായിരുന്ന ഭർത്താവ്, അഗ്നിയിൽപ്പെട്ട് വെന്തുരുകുന്ന, പൊട്ടിത്തെറിക്കുന്ന കാറിൽ നിന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടിയ ഭാര്യ, രക്ഷപ്പെട്ട ഭാര്യ. അവരുടെ മനസ്സിലേറ്റ മുറിവിനും നമുക്ക് പരിഹാരമില്ലല്ലോ, ഒരിക്കലും പരിഹാരമില്ല. അപ്പം ഞാൻ ചോദിച്ചു, സ്വാമി, അങ്ങനെ ഇത്രയും ദൂരമൊക്കെ കടന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ്, ഞാൻ പറഞ്ഞത് അഗ്നി കാണിക്കുമോടെ? നിങ്ങൾ ആലോചിക്കൂ, ആ താമസിക്കുന്ന 5 കുട്ടികളുടെ ഭാവി ഭയങ്കര അപകടത്തിലാണ്. അഗ്നി, ഗ്യാസ് തന്നെത്താൻ കത്താണ്. തീയാണ് വിഷയം. തീ പിടിച്ച ഒരു പ്രേതാത്മാവിൻ്റെ ശക്തിയാണത്. വല്ലാത്തൊരു അവസ്ഥ, മാനസികാവസ്ഥയാണ്. ഇതിനകത്ത് എന്താണ് ഒരു പരിഹാരം? മറ്റയാൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇതിന് പൂജ പരിഹാരങ്ങളൊന്നുമില്ല, അതടങ്ങൂല. ഒന്ന്, അയാൾ ആ മകനോടുള്ള തീഷ്ണമായ ഇഷ്ടം, സ്നേഹം. നമ്മളെല്ലാം ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ കഥയായിട്ടോ ഒരു പ്രേതാത്മാവിൻ്റെ കഥയായിട്ടോ എഴുതി കളയാം. ഇത് എറണാകുളമാണ് സംഭവം. വിദേശത്തുള്ള ആളാണ്, വിദേശത്തുള്ള ഭാര്യയാണ്, അവർ നേഴ്സം കണ്ടാണ് അവിടെ. അപ്പോൾ ഒരാളോട്, കൂട്ടുകാരൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനോടൊന്ന് ഇഷ്ടം, ഭർത്താവിന് ഭാര്യയെ കൊച്ചിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെയും കൊണ്ടിട്ട് സ്വയം ആത്മഹത്യ തീരുമാനിക്കുന്നു, സ്വയം കത്തി മരിക്കുന്നു, അവർ രക്ഷപ്പെടുന്നു. അവരുടെ വീട്, മറ്റേ ഈ ഭർത്താവ് ഇയാളെ കല്യാണം കഴിക്കുന്നു. അയാളുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്
ആ പ്രേതാത്മാവ് യഥാർത്ഥ ഭർത്താവിൻ്റെ പ്രേതാത്മാവിൻ്റെ ശക്തി കടലും കടന്ന് 7 കടലല്ല, ദുബായോ എവിടെയാണ്, ഷാർജ എവിടെയാണ്, അവിടുന്ന് കടന്ന് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച കുട്ടികളിൽ അഗ്നിയുടെ ലക്ഷണം ഇങ്ങനെ കാണിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, കുട്ടികൾ എന്തായാലും നിങ്ങൾ അവിടുന്ന് മാറിക്കോളൂ. ഇതിൻ്റെ അവസാനം എനിക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നുകിൽ ആ ഭാര്യയ്ക്ക് മാനസികമായി വിഭ്രാന്തിപ്പെടപ്പെടും, വല്ലാത്ത ഭ്രാന്താവസ്ഥയാക്കി കളയും. ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടി ഒരു കട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മുഖത്തോട് മുഖം നോക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് ഈ സ്നേഹം? പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ച്? അത് ഞാൻ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ അയാൾ കല്യാണം കഴിച്ചു. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, അയാൾ നാട്ടിൽ ഭാര്യയുണ്ട്, അയാൾ ഡൈവോഴ്സ് ചെയ്തിട്ടില്ല, അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്, അയാൾ ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിക്കൂ. ആകെ കലങ്ങി മറിഞ്ഞ ദുരിതപൂർണമായിട്ടുള്ള ഒരു സഹായം ഒരു ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാത്ത, ഒരു സ്വാമിക്കും ഒരു പണിക്കർക്കും അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അതിഭീകരമായ അവസ്ഥ. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് 2 മരണം. അത് ഉറപ്പാണ്. അതാരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് 2 മരണത്തിലേ അവസാനിക്കുകയുള്ളൂ. ദൈവം തന്ന സുഖകരമായ ജീവിതം ആനന്ദകരമായി സന്തോഷകരമായി ഈ പ്രപഞ്ചത്തിലെ സകല സുഖഭോഗങ്ങളും അനുഭവിച്ച് തീർക്കാനായിട്ടുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദൈവം തന്ന ഈ ജീവിതം ഒരു നിമിഷത്തെ ഭൗതിക സുഖങ്ങൾക്കായിട്ട് പെട്ടുപോകുമ്പോൾ വന്നു ചേരുന്ന മഹാവിപത്തുകൾ, മഹാദുരന്തങ്ങൾ, ഈ ദുരന്തം ഒരു നിമിഷം ഒന്ന് പിടിച്ചു നിർത്തിയാൽ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു? നിങ്ങൾ എൻ്റെ കപടസന്യാസ ആത്മകഥ വായിക്കൂ, അത് വായിക്കേണ്ടതാണ്. ഞാൻ ചെന്ന് പെടുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനത് വിശകലനം ചെയ്ത് എഴുതിയേക്കുന്നത്. നമുക്കൊന്ന് കടന്നു കയറാൻ പറ്റിയാൽ നമ്മൾ മറ്റൊരാളാകും. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അവസ്ഥ, രാത്രികളിൽ ഗ്യാസ് കത്തുന്ന വീട്ടിലെ പാവപ്പെട്ട 5 പെൺകുട്ടികൾ ജീവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന പെൺകുട്ടികളുടെ വീട്ടിലെ അവസ്ഥ, അവിടെ പ്രേതാത്മ ഒരു ശല്യവും ചെയ്യുന്നില്ല, പക്ഷേ സാന്നിധ്യം കാണിക്കും, ഗ്യാസ് ഇങ്ങനെ കത്തിക്കാണിക്കും, ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടാകും. വേറെ ഒരു കുഴപ്പമില്ല, അടിക്കും ചില ദിവസം. മരണപ്പെട്ട ദിവസം, ആ മരണപ്പെട്ട ദിവസം ഓരോ മാസത്തിലും ആ ദിവസം ഏതാണോ ആ ദിവസം കഥകിൽ തട്ടി കാണിക്കും. ഇതിന് പരിഹാരമില്ല. ഞാൻ എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ അതെന്താ സ്വാമി പരിഹാരമില്ലാത്ത? ഞാൻ പറഞ്ഞു, എനിക്ക് പരിഹാരമില്ലല്ലോ, എനിക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യത്തിന് എന്താണ് പരിഹാരം? ഇതിന് പരിഹാരമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 മരണം. അത് ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹവും ഇഷ്ടവും പ്രണയവും കാമവും രതിയും ഒക്കെ കൊള്ളാം, പക്ഷെ അത് നമ്മുടെ പരിമിതിക്കകത്തുള്ളിൽ നിൽക്കുന്നതായിരിക്കണം, നമുക്ക് അർഹതയുള്ളതായിരിക്കണം, അത് ദൈവം നിയോഗിക്കപ്പെട്ടതായിരിക്കണം, ദൈവാനുഗ്രഹമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു.